ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേൾക്കാം. അതിൽ ഇപ്പോൾ മാമച്ചനും മറ്റേ ഗ്രേസമ്മയും കൂടെ പുറത്ത് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അലീനക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ. അപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് വീട്ടിലിങ്ങനെ ക്ഷീണിച്ചിരിക്കും. വല്ലാത്ത ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഗ്രേസമ്മ ഫോൺ എടുത്തിട്ട് മോളുടെ കുഞ്ഞിൻ്റെ ചിന്നുമോളുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട്. പറയും, എന്ത് ക്യൂട്ടല്ലേ മോള്, എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ നോക്കുമ്പോഴേ ആരുടെയോ പോലെ തോന്നുന്നില്ലേ എന്നറിയും. അപ്പോൾ പറയും, നമ്മുടെ ബന്ധു വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണില്ലേ ഒരു മോള്, അതുപോലെയാണ് തോന്നുന്നത് പറയും മാമച്ചൻ. അതല്ല മാമച്ച, അല്ലാണ്ട് എന്തൊക്കെയോ ഒരു പരിചയം നമുക്ക് തോന്നിയില്ലേ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും. അപ്പോൾ അതന്നെ പറഞ്ഞത്, നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കുഞ്ഞിനെ പോലെ പറയുമ്പോൾ അതല്ലാതെ എന്നറിയും. അപ്പോൾ മാമച്ച ഇങ്ങനെ ഗ്രേസമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിനക്കതിനെ അഡോപ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കണ്ണും കിടന്ന് അറിയാണ്. അപ്പോൾ പറയും, പാവം കുഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നറിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ അവർ തരുമോ? ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യണതിന് ഓരോ സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാവില്ലേ എന്നൊക്കെ പറയും. അവർക്കതൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ അലീനല്ലേ ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മുടെ അലീന പറയുന്ന പോലെ, അലീനയാണ് എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്, നമ്മൾ അലീന പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, നമുക്ക് ആലോചിച്ച് നോക്കാം എന്നറിയാം മാമച്ചൻ അങ്ങനെ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഒരു മോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് അവർക്കൊരു തോന്നലുണ്ട്. പാവം മറ്റേത് കന്യാസ്ത്രീയായി പോയി മോൻ മരിക്കുകയും ചെയ്തു, തീർച്ച അനാഥരെ പോലെയാണ് അവർ. അപ്പോൾ പറയും, അല്ല ഈ പെൺപിള്ളേരെ ഇവിടെ കാണുന്നില്ലല്ലോ എന്നറിയും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് റൂമിലിരുന്ന് ഇവരുടെ ഫോട്ടോസൊക്കെ നോക്കുകയാണ്, മോൻ്റെ ഫോട്ടോസൊക്കെ നോക്കുകയാണ്. ഗ്രേസമ്മയുടെയൊക്കെ മോൻ്റെ ഫോട്ടോ അങ്ങനെ നോക്കുന്ന പറയും, എന്ത് ഭംഗിയല്ലേ കാണാൻ എന്നിങ്ങനെ പറയുകയാണ് അലീന. അപ്പോൾ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ അവർ. പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ കല്യാണ നിശ്ചയം കഴിഞ്ഞതാണ്, മറ്റേ മനസ്സമ്മതവും ഒക്കെ എല്ലാം റെഡി. രണ്ട് വീട്ടുകാരും തമ്മിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് ദൂരെ പോയി കുറേ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടാണ് മനസ്സമ്മതത്തിൻ്റെ എല്ലാം കഴിഞ്ഞത്. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ആക്സിഡൻ്റായി മരിക്കുന്നത് പറയുമ്പോൾ കേൾക്കാൻ വയ്യ, സങ്കടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഫോട്ടോസൊക്കെ അലമാരയിൽ എടുത്ത് വയ്ക്കുമ്പോഴേക്കും വന്ന് വാതിൽ കിടന്നോ എന്ന് ചോദിച്ചിട്ട് വന്ന് വാതിൽ മുട്ടാണ്. അപ്പോൾ തുറക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറയുന്നത്, ഞങ്ങൾ പുറത്ത് പോയത് വന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ മക്കളെ ചോദിക്കുക. അപ്പോൾ പറയും, പോയി വന്നോ എന്ന് ചോദിക്കും. പിന്നെന്താ നിങ്ങളിതെന്താ ചെയ്തിരുന്നു വയ്ക്കുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ മാമച്ചന്ന് അത് കൊടുക്കുകയറിയാം. അപ്പോൾ മാമച്ച 2-3 കവർ അലീനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അലീന പറയും, ഇതെന്താണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ പറയും, ഇത് എന്താണ് നിനക്ക് ഉള്ളതാണ് അറിയും. എനിക്കോ നിൽക്കുക അലീന. പറയും, ഇത് രേവതിക്കുട്ടിക്കുള്ളതൊന്ന്, രേവതിക്കുട്ടിക്കുള്ളതൊക്കെ ഞങ്ങൾ വേറെ വാങ്ങിക്കൊടുത്തോളാം, ഇതിപ്പോൾ നിനക്കുള്ളതൊന്ന് നീ വാങ്ങിക്കറിയും. അതിൽ ഇവളിങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കണം, കാരണം ഇത് നമ്മുടെ അലീന പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അതിലിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. പറയുന്നത് ഇതൊന്നും വാങ്ങുക, എൻ്റെ കൈ വേദനിക്കണമെന്നറിയും. അപ്പോൾ അത് വാങ്ങുക എന്നറിയണേ പിന്നെ ഗ്രേസമ്മ അങ്ങനെ അത് വാങ്ങാനറിയും. അപ്പോൾ ഇവള് വാങ്ങിയിട്ടുള്ള കണ്ണൊക്കെ ഇങ്ങനെ നിറയുകയാണ്. അപ്പോൾ പറയും, പിന്നെ എന്താണ് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റില്ല, കാരണം ആരും എനിക്കിങ്ങനെ ഇതുവരെ തന്നിട്ടില്ല. ആ കാര്യത്തിലൊക്കെ എൻ്റെ മോള് ഭാഗ്യവതിയാണ്. പക്ഷേ എനിക്കിതുവരെ ഇങ്ങനത്തുള്ള സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അറിയുമ്പോൾ അവൾക്കിങ്ങനെ ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ. രണ്ടാൾക്കും മാമച്ചനും ഗ്രേസമ്മയ്ക്കുള്ള വളരെ നല്ല മനസ്സുള്ള ആളുകൾ. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും, മോള് നല്ല കുട്ടിയല്ലേ, പിന്നെ മോൾ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണം, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് പറയണം. ഇനി വന്നേ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് അത് കഴിക്കാം, നിങ്ങൾ താഴത്തോട്ട് വാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നടക്കുക കേട്ടോ. അവർ പോകുമ്പോൾ അലീനയും രവതിക്കുട്ടി ഇത് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള അർഹത ഉണ്ടോയെന്നാണ് എന്നറിയും. പിന്നെന്താ, ചേച്ചിക്കല്ലേ ഉള്ളൂ അതിൻ്റെ അർഹത. പറയും, മോളെ നീ അവർ നല്ല മനുഷ്യരാണ്, നീ അവരുടെ കൂടെ സന്തോഷമായിട്ട് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അത് എൻ്റെ മോള് നല്ലതായതുകൊണ്ടാണല്ലോ എനിക്കത് കിട്ടിയത് എന്നിങ്ങനെ പറയണേ. പിന്നെ അലീന രേവതിക്കുട്ടിയുടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് രേവതിക്കുട്ടിയുടെ നെറ്റിയിലൊക്കെ കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒരു ഉമ്മ എന്നൊക്കെ ഇങ്ങനെ കൊഞ്ചാണ്. പിന്നെ കൊഞ്ചുന്ന് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആ ചേച്ചി അനിയത്തി പറയുമ്പോൾ നല്ല സ്നേഹമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അവിടെയാണ് കടപ്പാട്ട് വീടാണ് കാണിക്കുന്നത്. അവിടെ മുത്തശ്ശി ഇങ്ങനെ കിടക്കുകയാണ്, ആരുമില്ല, തനിച്ചായ പോലെ പോയി. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ്ണമോൾ വന്നിട്ട് മുത്തശ്ശീന്ന് വിളിക്കുന്നുണ്ട്. മുത്തശ്ശീന്ന് വിളിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആരാ എന്നെയൊക്കെ നോക്കാൻ വരുന്നേ എന്ന് പറയും. അതല്ലേ ഞാൻ വന്നേ മുത്തശ്ശി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അവർ രണ്ടാളും കൂടെ അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ശരിക്കും തനിച്ചായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്.
അപ്പോൾ പറയും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ പറയുകയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ. അമ്മ ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് രുചിയിലൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നിൻ്റെ അച്ഛനില്ലേ ബാലചന്ദ്രൻ, അപ്പോൾ അവൻ നല്ല അസലായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അവൻ്റെ മുന്നിൽ പിന്നെ വൈജയ്ക്ക് ഒന്നും ചെയ്യാൻ നിവർത്തില്ല. കാരണം അത്രയും ടേസ്റ്റായിട്ടൊരു ചായ ഇടുകയാണെങ്കിൽ പോലും വൈജ മാറി നിൽക്കേണ്ടി വരും. അത്ര രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും, ഇന്ന് ഞാൻ ഇവിടെ കിടക്കാൻ പോകണം. ഇവിടെയോ? ഇവിടെ എവിടെയാ മോളെ കിടക്കുക എന്ന് പറയുമ്പോൾ പറയും, ഞാൻ അലീന ചേച്ചി കിടന്ന ബെഡിൽ ഞാൻ അവിടെ താഴെ ഇറങ്ങി. താഴെയോ എന്ന് പറയും. അതിനെന്താ, അലീന ചേച്ചിക്ക് കിടക്കുന്നത് എനിക്കും കിടന്നൂടെ എന്നൊക്കെ പറയും. അപ്പോൾ അവർ അങ്ങനെ അലീനയെ പറ്റി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയും, അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ശരിക്കും അമ്മ കഷ്ടപ്പെട്ടു, പക്ഷേ അത് കാണിക്കില്ല പുറത്ത്. അലീന ചേച്ചീനെ കൊണ്ട് പണിയെടുപ്പിക്കും. ഒരു നല്ല വാക്ക് പോലും അലീന ചേച്ചിയോട് പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിക്കും, പാവം കൊച്ച, അതിനെ ഇത്തിരി സ്നേഹിച്ചാൽ മതി, അത്ര പാവം അത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അവിടുന്ന് രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് അറിയാമെന്നാൽ ഞാൻ കിടക്കാമെന്ന് പറയും. അപ്പോൾ അലീനയുടെ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെ മണത്ത് നോക്കുകയാണ് ബെഡ്. അപ്പോൾ അറിയാം, അലീന ചേച്ചിയുടെ മണം എന്നിങ്ങനെ പറയും കൃഷ്ണമോളെ. അപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അലീന ചേച്ചി, പാവമല്ലേ, എനിക്കെൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ. ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ, എനിക്കെല്ലാം ചെയ്തു തരും, ഒന്നും പറയണ്ട. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി, അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരും. അത്രയ്ക്ക് സ്നേഹ ചേച്ചിക്ക് നമ്മളോട് എന്നിങ്ങനെ പറയും. പിന്നെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എല്ലാം ചേച്ചി കൊടുന്ന് ലഞ്ച് ബോക്സ് വരെ റെഡിയാക്കി എൻ്റെ മുന്നിൽ കൊടുത്ത് വെച്ച് തരും എന്നൊക്കെ പറയുമ്പോൾ, പാവം കൊച്ചാ, നാളെ ഇങ്ങ് വരുമല്ലോ അല്ലേ എന്നറിയും. അപ്പോൾ പറയും, നാളെ എത്തും മുത്തശ്ശി, നാളെ രാവിലെ ആകുമ്പോഴേക്കും എത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അറിയും. അങ്ങനെ അലീനയുടെ ബെഡിൽ ഇങ്ങനെ കിടന്ന് അലീനയുടെ പുതപ്പൊക്കെ പുതച്ച് അതങ്ങനെ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് പറയണേ, അലീന ചേച്ചി എപ്പോഴും ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്നുണ്ട് പൂതന എന്നറിയും. ഇപ്പോൾ അവളാണെങ്കിൽ ഒരു വൃത്തികെട്ട പെണ്ണ, അവളുടെ ചേച്ചി, കൃഷ്ണയുടെ ചേച്ചി. അങ്ങനെ രണ്ടുപേരും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം അലീന പോവാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മാമച്ചനും ഗ്രേസമ്മയും താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അലീന പോകാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ പറയാം, നീ ഇത്ര വേഗം പോകാൻ ഒരുങ്ങിയ മോളെ എന്ന് നോക്കി. അപ്പോൾ പറയും, പോകണം, ഇപ്പോഴേ അങ്ങോട്ട് എത്തുമ്പോഴേ 9 മണിയാകുമ്പോഴേക്കും എല്ലാവരും പോകും, പിന്നെ മുത്തശ്ശി തനിച്ചാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, ഇനി മോള് അവിടെ എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, രേവതി കുട്ടിയെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം മോളെ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇപ്പോൾ വരാം എന്ന് പറയണേ. അപ്പോൾ അലീന അങ്ങനെ ചെന്നിട്ട് പറയും, എനിക്കിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് എൻ്റെ എത്രയും വേണ്ടപ്പെട്ട ബന്ധു വീട്ടിൽ വന്ന് പോകുന്ന ഒരു ഫീലാണുള്ളത് മനസ്സിൽ. കാരണം അങ്ങനെ ഒരു തോന്നലാണ് എന്ന് പറയും. ഞാൻ രേവതി കുട്ടി ഇവിടെ കൊണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, പിന്നെ അവളുടെ കാര്യം ഓർത്തിട്ട്. കാരണം എവിടെ നിന്നുള്ള പരിചയം അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ. പിന്നെ പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, അവൾക്കൊരു അച്ഛനെയും അമ്മേനെയും കിട്ടി എന്നുള്ളൊരു സമാധാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ഗ്രേസമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചതിന് ഉമ്മയൊക്കെ കൊടുത്ത് പോയിട്ട് വാങ്ങറിയും. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പറയും, നീ അപ്പോൾ എന്താ പറയുമ്പോൾ മാമച്ചനോട് പറയും, ഒന്ന് കൊണ്ടാക്കി കൊടുക്കും മാമച്ചായ എന്നറിയണം. അങ്ങനെ അവർ 3 ആളും കൂടെ പോവുക. ഗ്രേസമ്മ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഭയങ്കര സങ്കടമാണ് അലീന പോണത് കണ്ടിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് നമ്മൾ അലീന പിന്നെ തിരിച്ച് കടപ്പാട്ട് പോണ സമയത്ത് അവിടെ വീടൊക്കെ പൂട്ടി കടന്നിരിക്കുന്നുണ്ട്, അവിടെ ആരുമില്ല. അപ്പോൾ അത് എന്താ വെച്ചാൽ ഇവള് കളിച്ച വൈജ എന്ത് ചെയ്യും, അമ്മയും കൊണ്ട് ശനിയാഴ്ച കാലിലെ ബാൻഡേജ് എടുക്കേണ്ടതിന് അന്ന് തന്നെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ, തറവാട്ട് വീട്ടിൽ പോയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ പോയി അവിടെ നിൽക്കുകയാണ്. കാരണം ഇവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവള് കയറില്ലല്ലോ അകത്ത്, അതിന് വേണ്ടി കളിച്ച കളിയാണ്. പാവം ഇത് വിളിക്കാമെന്ന് നിർത്തിയിട്ടുണ്ട്, ഫോൺ സ്വിച്ച് ഓഫോ അങ്ങനെ എന്തൊക്കെയാണ് ബിസിയാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ വീടിൻ്റെ ചുറ്റും നടന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് മുത്തശ്ശിക്ക്, നീ എന്തിനാ എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇന്നൊന്നല്ലല്ലോ നമ്മൾ വരേണ്ട ദിവസം, നീ എന്ത് പണിയൊക്കെ കാണിച്ചത്, ആ കൊച്ചവിടെ വന്ന് കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോൾ അവൾ കാത്തിരിക്കുന്നതല്ലേ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അമ്മ അവിടെ ഇരിക്കുന്നത്, അമ്മയുടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടല്ലേ അമ്മയുടെ, പിന്നെ എന്താ അമ്മയ്ക്ക് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അത്ര ബുദ്ധിമുട്ട്, അത് ഇതെന്നൊക്കെ പറയാം. അപ്പോൾ പറയും, എനിക്ക് ഇവിടെ നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോഴേക്കും നാത്തൂനും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നതാണത്. അപ്പോൾ പറയും, അവൾ ഇന്ന് അവിടെ വന്ന് അവളോട് നിൽക്കട്ടെ, അവളുടെ ഒരു അഹങ്കാരം ഞാൻ മാറ്റി കൊടുക്കും, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ എന്താണ് വൈജയുടെ എടുത്തിയമ്മയും കൂടെ. അപ്പോൾ പറയും, അവൾ ആരോ എന്നുള്ളൊരു ഭാവമാണ് അവൾക്ക്, അവളുടെ ആ ഭാവം ഞാൻ മാറ്റി കൊടുക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എലീനേനെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ അലീന എന്തിനു ബാലേന്ദ്രനെ വിളിച്ച് ബാലേന്ദ്രൻ കൂട്ടിയും കൊണ്ട് പോയിട്ട് പാവം ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറയും ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളുടെ കഥ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക മഴ തോരും മുൻപേ എന്നുള്ള സീരിയൽ. പക്ഷെ എന്താ വെച്ചാൽ നല്ല നമുക്ക് മനസ്സിലിങ്ങനെ തട്ടും. നമുക്കൊരു ആ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ചങ്കിടുപ്പാണ് മനസ്സിൻ്റെ ഉള്ളിൽ, വല്ലാത്തൊരു വിഷമോ എന്തൊക്കെയോ. അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മൾ അറിയാതാണെങ്കിൽ ആലോചിച്ച് പോകും. എല്ലാവരും ഉണ്ടായിട്ട് അനാഥരായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടല്ലേ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മുടെ സീരിയൽ കാണുക. കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു.